യുവനടിയുടെ പീഡന പരാതിയിൽ അറസ്റ്റിലായ സംവിധായകൻ രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം. രക്തസമ്മർദ്ദം കൂടിയതിനാൽ രഞ്ജിത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ തുടരുകയാണ്. മജിസ്ട്രേറ്റിനെ ആശുപത്രിയിൽ എത്തിച്ച് രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് തീരുമാനം. കോട്ടയത്തെ സിനിമാ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നാണ് യുവനടിയുടെ പരാതി. രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ലൈംഗിക അതിക്രമ കേസാണിത്. വിവരങ്ങളുമായി സഹിൻ ആന്റണിയാണ് ചേരുന്നത്. സഹിൻ, സംവിധായകൻ രഞ്ജിത്തിന് ഇതിനു മുൻപും ഇത്തരത്തിൽ ലൈംഗിക അതിക്രമ കേസ് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെയാണ് മൂന്നാമത്തെ പരാതിയിൽ കേസുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം ആശുപത്രിയിൽ തുടരുകയാണ്. ഇത്തരത്തിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? അഞ്ജലി സൂചിപ്പിച്ചതുപോലെ തന്നെ നടനും സംവിധായകനുമായ രഞ്ജിത്തിനെ ഇന്നലെയാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. യുവനടിയുടെ പീഡന പരാതിയെ തുടർന്നായിരുന്നു ഇയാളുടെ അറസ്റ്റ്. നേരത്തെ തന്നെ അഞ്ജലി പറഞ്ഞതുപോലെ ഇയാൾക്കെതിരെയുള്ള മൂന്നാമത്തെ ലൈംഗികാതിക്രമ കേസാണിത്. കോട്ടയത്തെ സെറ്റിൽ വെച്ച് തന്നെ രഞ്ജിത്ത് കാരാവാനിൽ വെച്ച് കടന്നുപിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് യുവനടിയുടെ പരാതി. ഒരു DGPക്കായിരുന്നു പരാതി നൽകിയിരുന്നത്. പരാതി പിന്നീട് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് DGP കൈമാറുകയായിരുന്നു. പിന്നീടുള്ള പോലീസിന്റെ നീക്കം അതിവേഗത്തിൽ തന്നെയാണ് നടന്നത്. യുവനടിയുടെ രഹസ്യമൊഴി പോലീസ് രേഖപ്പെടുത്തി. തുടർന്നായിരുന്നു തൊടുപുഴയിലെ സെറ്റിൽ വെച്ച് കോട്ടയത്തെ സെറ്റിൽ നിന്നും തൊടുപുഴയ്ക്ക് പുറപ്പെട്ട രഞ്ജിത്തിനെ തൊടുപുഴയിൽ വെച്ച് കുറുകിയ വാഹനം നിർത്തി പോലീസ് പിടികൂടുന്നത്. ഇയാൾ രക്ഷപ്പെട്ട് അല്ലെങ്കിൽ കടന്നു കളയാനുള്ള ഒരു നീക്കമായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നതും. പിന്നീട് പുലർച്ചയോടുകൂടി തന്നെ ഇയാളെ എറണാകുളത്തേക്ക് എത്തിച്ചു. എത്തിച്ച് ഇയാളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇയാൾക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പോലീസിനെ അറിയിച്ചത്. വിദഗ്ധമായ പരിശോധനകൾ നടത്തി ന്യൂറോ വിഭാഗം ഡോക്ടർ എത്തുന്നതിന് വേണ്ടി മാത്രം ഇപ്പോൾ പോലീസ് കാത്തിരിക്കുകയാണ്. ഹൃദയ സംബന്ധമായ പരിശോധനകളെല്ലാം നടത്തിയിരുന്നു. എന്നാൽ ഹൃദയ സംബന്ധമായ കുഴപ്പങ്ങളൊന്നും ഇയാൾക്ക് ഇല്ലെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടർ കൂടി എത്തേണ്ടതുണ്ട്. അദ്ദേഹം കൂടി ഇയാളെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഇയാൾക്ക് ആശുപത്രിയിൽ നിന്നും ഇയാൾക്ക് ഡിസ്ചാർജ് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. മജിസ്ട്രേറ്റിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം രഞ്ജിത്തിനെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും. ഒരുപക്ഷെ ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകാനുള്ള സാധ്യതയുമുണ്ട്. ഇയാൾക്ക് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് കോടതിയുടെ വിവേചനാധികാരമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് കഴിയുകയില്ല. എന്തായാലും നിലവിൽ ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്കെതിരെ പോലീസ് ചുമത്തിയിരിക്കുന്നത്. അഞ്ജലി, സഹിൻ, മുൻപ് പരാതി നൽകിയ പെൺകുട്ടികളുടെ പരാതികൾ കൂടി ഈ ഘട്ടത്തിൽ പരിശോധിക്കുമോ? തീർച്ചയായിട്ടും അഞ്ജലി, അന്ന് 2 പരാതികളായിരുന്നു ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത്. ഒന്ന് ബംഗാളിൽ നിന്നുള്ള ഒരു നടിയായിരുന്നു ഇയാൾക്കെതിരെ ആ പരാതി പറഞ്ഞിരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള സമയത്തായിരുന്നു ഇത്തരത്തിൽ ആ പരാതി പരിഗണിക്കുന്നതും രഞ്ജിത്തിനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുക്കുന്നതുമല്ല. മറ്റൊരു പുരുഷൻ തന്നെയായിരുന്നു ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നത്. എന്നാൽ ഈ 2 പരാതികളും പിന്നീട് രഞ്ജിത്ത് കോടതിയിലെത്തി കോഷ് ചെയ്ത് കളയുകയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മൂന്നാമത്തെ പരാതിയിൽ ഇങ്ങനെ സംഭവിക്കരുത് എന്ന് പോലീസിന് കൃത്യമായ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് രഞ്ജിത്തിനെ അതീവ രഹസ്യമായി രഞ്ജിത്തിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചതും രഞ്ജിത്തിനെ ഒടുവിൽ തങ്ങളുടെ വലയിലാക്കുന്നതുമെല്ലാം. അഞ്ജലി, സഹിൻ, ഇപ്പോൾ രഞ്ജിത്ത് ആശുപത്രിയിൽ തന്നെ തുടരുകയാണല്ലോ. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇനി അദ്ദേഹത്തിനെ ഉടൻ തന്നെ പോലീസ് എങ്ങനെയാണ് ബാക്കി നടപടികളൊക്കെ എങ്ങനെയാണ്? അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അഞ്ജലി. അതായത് ഇയാൾക്ക് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഇയാളെ പോലീസിനെയും ഒപ്പം തന്നെ ഡോക്ടറെയും അറിയിക്കുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ ആശുപത്രിയിൽ തന്നെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇപ്പോഴും ഇയാൾ ആശുപത്രിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ രഞ്ജിത്ത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞപ്പോൾ ഹൃദയ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഇയാൾ പറഞ്ഞിരുന്നു. കൂടാതെ ന്യൂറോ വിഭാഗത്തിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് ഇയാൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഹൃദയ സംബന്ധമായ ഇയാളുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ഡോക്ടർ എത്തിയത്. എറണാകുളം ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു ഹൃദയ സംബന്ധമായ ഇയാളുടെ പ്രശ്നങ്ങൾ പരിശോധിച്ചത്. എന്നാൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളൊന്നും തന്നെ ഇയാൾക്കില്ല എന്ന് ആ ഡോക്ടർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഈ കാര്യം റിപ്പോർട്ടായി തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ന്യൂറോ വിഭാഗത്തിലെ ഡോക്ടർ കൂടി എത്തേണ്ടതുണ്ട്. ന്യൂറോ വിഭാഗം കൂടി പരിശോധിച്ചതിന് ശേഷമായിരിക്കും മറ്റു നടപടികളിലേക്ക് കടക്കുക. മജിസ്ട്രേറ്റിനെ നിലവിൽ ആശുപത്രിയിൽ എത്തിച്ച് ഇയാൾക്ക് തുടർ നടപടികൾ, അതായത് റിമാൻഡ് ആണോ അല്ലെങ്കിൽ ജാമ്യമാണോ, ആ കാര്യങ്ങളൊക്കെ പോലീസ് അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുക. നിലവിലെ സാഹചര്യത്തിൽ ഇയാൾ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ്. ഏത് സമയവും വേണമെങ്കിൽ പോലീസ് മറ്റു നടപടികളിലേക്ക് കടക്കാം. നിലവിലെ സാഹചര്യത്തിൽ ഇയാളെ ന്യൂറോ രഞ്ജിത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മൂന്നാമത്തെ ലൈംഗിക അതിക്രമ കേസാണ്. തുടർ നടപടികൾ ഇനി വരും മണിക്കൂറുകളിൽ അറിയാം. വിവരങ്ങൾ നൽകിയത് സഹിൻ ആന്റണിയാണ്.